നമ്മള് പുള്ളിയെ വിട്ടിട്ട് കാര്യമില്ല. അപ്പോ അവൻ പോത്തുമില്ല. കാരണം പിന്നെ രണ്ടുപേരും അകപ്പെട്ടെന്ന് 2 പേര് പിടിക്കാൻ 4 പേര് വിടേണ്ടി വരും. ഇതിപ്പോ ഒരാളെ രക്ഷിക്കാൻ ഒരാൾ പോവാണെങ്കിൽ ഇത് ഇയാളും കൂടെ പോയാൽ ഇയാളും കൂടെ മിസ്സിങ് ആവും, കാട്ടിൽ ഉറപ്പായിട്ട് പെട്ടുപോകും. അപ്പൊ ഞാൻ ഈ കൂട്ടത്തില് ഇത് പിന്നെ വരുവോ കാട്ടിലോട്ടൊക്കെ രക്ഷിക്കാൻ പോവോ? ഇതേപോലെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ആ നമ്പറൊക്കെ ഇറക്കി കളയും. തന്നെ അതുകൊണ്ട് നമുക്ക് നമ്പാൻ പറ്റൂല. അപ്പൊ അവിടെ വരെ പോകുന്നവനൊക്കെ നമ്മൾ വിചാരിക്കും ഇവൻ, കാരണം ഇവനൊരു സാധനം കണ്ടില്ല, ഐറ്റം ഇല്ല ഇവൻ. ഇത് ഊരിയിട്ട് ഇവനൊരു ഈ ബെയർ ബോഡി ആയിട്ട് പോയാൽ തന്നെ ഇവൻ അങ്ങ് ആ ഏരിയയിലോട്ട്, കാരണം ഇവന് ഭയങ്കര അജിലിറ്റി ഉണ്ട്. ആ രീതിയിൽ ഇവന്റെ പ്രായം ഇതൊക്കെ കൊണ്ടിട്ട് സ്വാഭാവികമായിട്ടും ഇവന് പകപ്പെട്ട ആളെ രക്ഷിക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ കൂട്ടത്തിൽ കാർ റേസിംഗ് പാഷനായി വലിയ വലിയ കിരീടങ്ങൾ നേടാൻ സാധ്യതയുള്ളത് ആരാണ് അതിനുള്ള സാധ്യത ഉള്ളത് എന്നുള്ളത്? കാർ റേസിംഗിന് സാധ്യതയുള്ളത് ധ്യാൻ ശ്രീനിവാസനാണ്. അവനാണ് അതിൽ വലിയ വലിയ കിരീടങ്ങൾ നേടാൻ സാധ്യത ഉള്ളത്. അജിത് കുമാർ റേസിംഗ് അത്രേ ഉള്ളൂ. സമ്മർദ്ദ ഘട്ടത്തിലും വിളിച്ച് സഹായം ചോദിക്കാൻ സാധ്യതയുള്ളത് ആരെ? ഈ കൂട്ടത്തിലാണോ? ഈ കൂട്ടത്തിൽ സാധാരണ ഇവനോട് കടം ചോദിക്കും. അതാണല്ലോ സമ്മർദ്ദ ഘട്ടം. അത് ഭയങ്കര സമ്മർദ്ദ ഘട്ടം. അത് ഒരാളോട് കടം പറഞ്ഞാൽ നിൽക്കൂല. ഇൻഡസ്ട്രി ഫണ്ടഡ് സിനിമയുടെ ഡയറക്ടർ, പ്രൊഡ്യൂസർ, ഡിസ്ട്രിബ്യൂട്ടർ ഫാന്റാസ്റ്റിക് ഉണ്ടല്ലോ. ഉണ്ട്. കഥയൊന്ന് വായിക്കട്ടെ, ഇവന് ഏതാണ്ട് കിട്ടിയിട്ടുണ്ട്. സിനിമയല്ലാതെ ഈ കൂട്ടത്തിൽ ഒരാൾക്കൊരു നല്ല കറിയും അതുണ്ടാക്കാൻ നേട്ടങ്ങളും. ഇതെന്താ ചെറുതായിട്ടൊന്ന് ഇത് പോയതാ, പേരൊന്ന് വർക്കായില്ല. അപ്പൊ അവിടെ ഒരു അറ്റംപ്റ്റ് നടന്നിട്ടില്ല എഴുതാനുള്ള. ഞാൻ കണ്ട് സാധ്യതയുള്ള നേട്ടങ്ങളും. സിനിമയിലല്ലാതെ ഈ കൂട്ടത്തിൽ ഒരാൾക്ക് ഒരു നല്ല കരിയറും അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള നേട്ടങ്ങളും പറ. കാരണം ഓരോ നേട്ടങ്ങളുള്ള ആളാണല്ലോ. എന്നെ കരിയർ എന്താ സിനിമയിലല്ലാതെ? അവിടെ ഒരു എന്താ പറയാ, പ്രാസംഗികനായിട്ട് അത് സിനിമയിലല്ലോ, അതല്ലാതെ സിനിമയിലല്ലാതെ സിനിമയിലല്ലോ. വേറെ ഒരു ഓപ്ഷൻ കൂടെ തരൂ. ഇവരെല്ലാം എനിക്ക് ഉള്ള കാര്യം തന്നെ കോമഡി പോലെ പറയുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലാവില്ല. ഇത് സത്യത്തിലുണ്ടല്ലോ, ഇവൻ ഏതോ വനിതാ അവതാരകരൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് ഭയങ്കര ക്യൂട്ട്നെസ് വാരി വിതറാൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നൊരു റൗണ്ടാണ് ഇത്. പൊട്ടിപ്പൊളിഞ്ഞതായിട്ട് പ്രഖ്യാപിച്ചു. ഈ 3-4 ചോദ്യവും കരിയറും പുലി പിടിക്കാൻ പോകുന്നു, കാറിന്റെ റേസിങ്ങിന് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും എന്നൊക്കെ ഇവൻ നോക്കുമ്പോ ചില പെമ്പിള്ളേർ അങ്ങനെ ചോദിച്ചിട്ട് ക്യൂട്ട് എക്സ്പ്രഷൻ ഒക്കെ അതാണ് പറ്റിയിരിക്കുന്നത്. ഇത് രാമകുട്ടി, ഇത് നീ തിരിച്ച് സ്വീകരിക്കണം. ഞങ്ങളുടെ വിളിച്ചെന്നാ ഞാൻ വീട്ടിൽ നിന്റെ കൊണ്ടുപോകണം. ഇവിടെ നന്നായിരുന്നടാ. ഈ റൗണ്ട് ഞങ്ങൾ ഒരുപാട് അവൻ എന്താ പറഞ്ഞെന്ന് ചോദിക്കട്ടെ. കരിയർ പുള്ളി എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്ന്. പിന്നെ തീർച്ചയായും പേടിക്കണ്ട.